പ്രീതികാര സുഹൃത്തുക്കളെ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ 8ാമത്തെ ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണ്. ഈ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും റഷ്യയിലെയും ചൈനയിലെയും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെയാണ്. അതായത് പുതുയുഗത്തിലേക്കുള്ള പുതിയ ഭരണ സംവിധാനമുള്ള രാജ്യങ്ങൾ എന്ന രീതിയിൽ ആരംഭിച്ചാലോ നമുക്ക്? യെസ്, കൊളോണിയൽ നിയന്ത്രണം. നമുക്കറിയാം 15ാം നൂറ്റാണ്ടിന് മുൻപ്, അതായത് സമുദ്ര പരിവേഷണത്തിന് മുൻപ് അമേരിക്കയിലെ പ്രധാന നാഗരികത എന്ന് പറയുന്നത് മായൻ സംസ്കാരമായിരുന്നു, ഇൻക സംസ്കാരമായിരുന്നു, അസ്തക സംസ്കാരം ഒക്കെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. യൂറോപ്പില് 15ാം നൂറ്റാണ്ടിലുണ്ടായ നവോത്ഥാനം 16ാം നൂറ്റാണ്ടില് മതനവീകരണത്തിന് വഴിതെളിച്ചു. മതനവീകരണത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ എന്തുണ്ടായി? കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗം തുടക്കം കുറിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസം യൂറോപ്പിലാകെ വ്യാപിച്ചു. അങ്ങനെ യൂറോപ്പിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസത്തിന്റെ വ്യാപനം മൂലം ഇംഗ്ലണ്ടില് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി എട്ടാമനായിരുന്നു. ഹെൻറി എട്ടാമന് ശേഷം അധികാരത്തിൽ വന്ന എലിസബത്ത് രാജ്ഞി പറഞ്ഞു, എലിസബത്ത് രാജ്ഞി തുടക്കം കുറിച്ച ആംഗ്ലിക്കൻ സഭാംഗങ്ങൾക്ക് മാത്രമാണ് രാജാധികാരം ലഭ്യമാവുക. ആംഗ്ലിക്കൻ സഭാ സമൂഹത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ പ്രധാന പദവികൾ നൽകുകയുമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസത്തെ അംഗീകരിക്കാത്ത പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം എന്ത് ചെയ്തു? അവിടെ നിന്ന് എങ്ങനെയും പലായനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തില് മെയ്ഫ്ലവർ എന്ന പേരുള്ള കപ്പലില് അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയില് പ്ലിമൗത്ത് അഥവാ മസാച്യുസെറ്റ്സ് എന്ന ഒരു കോളനി സ്ഥാപിച്ചു. അത് പ്ലിമൗത്ത് അഥവാ മസാച്യുസെറ്റ്സ് ആയിരുന്നു പ്യൂരിറ്റന്മാർ അമേരിക്കയില്, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ച ആദ്യ കോളനി എന്ന് പറയേണ്ടി വരും. വടക്കേ അമേരിക്കയില് ആദ്യ നിവാസികൾ ഗോത്രവിഭാഗമായിരുന്നു. അതിൽ പ്രധാനികൾ റെഡ് ഇന്ത്യക്കാരായിരുന്നു. അത് നമുക്കറിയാം. വടക്കേ അമേരിക്കയിൽ ആദിമ നിവാസികളായ ഗോത്രവിഭാഗത്തെ ആട്ടി ഓടിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്ത പ്യൂരിറ്റന്മാർ 13 കോളനികൾ സ്ഥാപിച്ചത്. അതിൽ ആദ്യത്തെ കോളനി എന്ന് പറയുന്നത് എന്താണ്? പ്ലിമൗത്ത് ആണ്, അഥവാ മസാച്യുസെറ്റ്സ് ആണ്. ഇതുകൂടാതെ പിൽക്കാലത്ത് 12 കോളനികൾ കൂടെ രൂപം കൊണ്ടു. ആ കോളനികളുടെ പേരാണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാനായിട്ട് കഴിയുക. എല്ലാ കോളനികളുടെ പേരും പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കോളനി പ്ലിമൗത്ത് ആണെന്ന് മനസ്സിലാക്കുക. കോളനികളിൽ വസിച്ചിരുന്നവർ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിന്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് കോളനികളിൽ എന്ത് ചെയ്തു? ഗവർണർമാരെ നിയമിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കയിലെ കുടിയേറിപ്പാർത്ത ഇംഗ്ലീഷ് വംശജരെ നിയന്ത്രിക്കുവാൻ രാജാവ് കോളനികളിൽ പ്രാദേശിക ഭരണാധികാരികളായ ഗവർണർമാരെ നിയമിച്ചു. അക്കാലഘട്ടത്തിൽ ഗവർണർ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ജില്ലാ കളക്ടറുകൾ സമാനമായ പോസ്റ്റാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് കാരണമായി. മറ്റൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി ജനങ്ങള് കാനഡയില്, കാനഡ, അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളില് ജോലി ചെയ്യുന്നുണ്ട്. അവര് അവിടുത്തെ പെർമനന്റ് റെസിഡന്റ് സ്വന്തമാക്കി അവിടെ പൗരത്വം സ്വീകരിച്ച് താമസിക്കുമെന്നുണ്ട്. അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആ രാജ്യങ്ങളില് പ്രാദേശിക ഭരണാധികാരിയെ നിയമിച്ചാൽ അതവർക്ക് ഇഷ്ടപ്പെടും? സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടില്ല. അവിടെ പ്രതിഷേധത്തിന് കാരണമാകും. അത് തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ യൂറോപ്പ് വൻകരയിലെ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ ഭരണാധികാരി അമേരിക്കയിൽ കുടിയേറി പാർത്ത ഇംഗ്ലീഷ് വംശജരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പ്രാദേശിക ഗവർണർമാരെ നിയമിച്ചു. ഇതായിരുന്നു ആ കോളനികൾ സ്ഥാപിച്ച തീർത്ഥാടക പിതാക്കന്മാരുടെ പ്രതിഷേധത്തിന്റെ ആദ്യ കാരണം. ആരാണ് ഈ പ്യൂരിറ്റന്മാർ?
നോക്കിയേ, ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് അതെന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസത്തിന്റെ പ്രചാരമാണ് ഇവരെ അവിടെ നിന്ന് മാറി താമസിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളുമായി, അതായത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗവുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. അവരാണ് പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുക. കേട്ടോ, അത് മനസ്സിലുണ്ടാവട്ടെ. വാണിജ്യ നിയന്ത്രണം. അപ്പോൾ ബ്രിട്ടീഷ് രാജാവ് അമേരിക്ക വൻകരയിൽ കുടിയേറിപ്പാർത്ത ബ്രിട്ടീഷ് വംശജർക്ക് കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. കൂടാതെ ബ്രിട്ടൻ എന്ന രാജ്യത്ത് വ്യാവസായിക പ്രാധാന്യമുള്ള രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനും തീരുമാനിച്ചിരുന്നു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള ഒരു കുത്തക കമ്പോളമാക്കി അവർ കോളനിയെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം വാണിജ്യ നയങ്ങളെ പൊതുവായി മെർക്കന്റിലിസ്റ്റ് നയങ്ങൾ അഥവാ മെർക്കന്റിലിസ്റ്റ് നിയമം എന്നാണ് നമ്മൾ വിളിക്കുക. എന്തൊക്കെയാണ് വാണിജ്യ നിയമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കോളനികളിൽ നിന്ന് ഇവയെ പൊതുവായി നമ്മൾ എന്തെന്ന് വിളിക്കും? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. കേട്ടോ, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് വിളിക്കും. നോക്കാം. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന് പ്രഖ്യാപിച്ചു. മനസ്സിലായോ? അപ്പോൾ ബ്രിട്ടീഷ് കോളനികൾ, അതായത് അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ സ്ഥാപിച്ച 13 കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളിലെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് നാവിക നിയമം എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? നാവിക നിയമം. നാവിക നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1651. ഈ വർഷം PS ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പഠിക്കണേ. നാവിക നിയമം 1651. 2, കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ തിരികെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇതായിരുന്നു രണ്ടാമത്തെ നിയമം. കമ്പിളി, പുകയില, അതുപോലെ തന്നെ കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. അസംസ്കൃത വസ്തുക്കൾ നടത്തും. ഓക്കെ, യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ ഇറക്കുമതി ചെയ്യാനും പാടുള്ളൂ. ഇതില് ഈ വസ്തുക്കൾ കൂടാതെ പ്രധാനമായിട്ടും എന്തുകൂടെ ഉണ്ടായിരുന്നു? ഷുഗർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നിയമം എന്ത് പേരിൽ അറിയപ്പെട്ടു? ഷുഗർ ആക്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഷുഗർ ആക്ട് 1764 പാസ്സാക്കിയത്. 1764. ക്ലിയർ? വീണ്ടും 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുരേഖകൾ എന്നിവ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചിലവായ തുക തിരിച്ചുപിടിക്കുന്നതിനായാണ് ഈ അധിക നികുതി ഏർപ്പെടുത്തിയത്. ഓക്കെ, ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചിലവായ തുക തിരിച്ചുപിടിക്കുന്നതിനായിരുന്നു ഈ അധിക നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ഫ്രഞ്ചുകാർ എന്നാ ഈ കോളനികൾ ആക്രമിച്ചേ? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1756 മുതൽ 63 വരെ സപ്തവത്സര യുദ്ധം നടന്നു. നമ്മൾ തുടർന്ന് പറയും കേട്ടോ. ആ സപ്തവത്സര യുദ്ധ കാലഘട്ടത്ത് ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സേന കോളനികൾ ആക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അതിന്റെ ഭാഗമായി ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രഞ്ച് കച്ചവടക്കാരും തമ്മിൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള കിടമത്സരമുണ്ടായി, യുദ്ധമുണ്ടായി. അതാണ് 3ാം കർണാട്ടിക് യുദ്ധമെന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും ഇത്തരം ആക്രമണം ഉണ്ടായി. ഇവിടെ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരുടെ കോളനികളെ ഫ്രഞ്ചുകാർ ആക്രമിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കുവാൻ ബ്രിട്ടന് ചിലവായ തുക തിരിച്ചുപിടിക്കുന്നതിനാണ് 1765 സ്റ്റാമ്പ് നിയമം ഏർപ്പെടുത്തിക്കൊണ്ട് വിൽപത്രങ്ങളും
നിയമപരമായ പ്രമാണങ്ങൾ, ലഘുരേഖ എന്നിവയുടെ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചത്. ആ സ്റ്റാമ്പിന്റെ വിലയാണ് ഇവര് ഏറ്റെടുക്കുക. ക്ലിയർ ആണേ? വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുവാനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമായിട്ട് മാറി. തുടർന്ന് 1764 മുതൽ ബ്രിട്ടീഷുകാര് അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ, അതായത് അമേരിക്കയിലെ കോളനികൾക്ക് ആവശ്യമായ കറൻസി അച്ചടിയുടെ ചുമതലയും ബ്രിട്ടൻ ഏറ്റെടുത്തു. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ എന്ത് ചെയ്തു? കലാപവുമായി രംഗത്ത് വന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊരു വിഷയം ചെയ്യാം, മനസ്സിലാക്കിയിരിക്കണം. ബ്രിട്ടൻ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നിയന്ത്രണമാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ അഥവാ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുവാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കുത്തക കമ്പോളമായി അവർ കോളനികളെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇവ പൊതുവായി മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് അറിയപ്പെടുക. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളുടെ കപ്പലുകളിലോ മാത്രമായി കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതായിരുന്നു 1651 നാവിക നിയമം. കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് തുടങ്ങിയ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 1764 ഷുഗർ ആക്ട് പാസ്സാക്കി. ഈ ഷുഗർ ആക്ടിൽ എന്താ പറയുന്നത്? ഷുഗർ, കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. കൂടാതെ യൂറോപ്പിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നേരിട്ട് പാടില്ല, ഇംഗ്ലണ്ടിലൂടെ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി ടാക്സ് ഏർപ്പെടുത്തുന്നതാണ് യാഥാർത്ഥ്യം. മനസ്സിലായോ? വീണ്ടും 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപ്പനങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുരേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചിലവായ തുക തിരിച്ചുപിടിക്കുന്നതിനാണ് ഈ അധിക നികുതി ഏർപ്പെടുത്തിയത്. വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1765 സ്റ്റാമ്പ് ആക്ട് റദ്ദ് ചെയ്തുവെങ്കിലും കോളനികളിൽ നികുതി ഏർപ്പെടുത്തുവാനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമാക്കി. ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കോളനി നിവാസികൾ കലാപവുമായി രംഗത്ത് വന്നു. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം. സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്. അപ്പോൾ ഫ്രഞ്ചുകാരെ ഇനി തങ്ങൾ ആക്രമിക്കില്ല, ഇനി ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിയാൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാമെന്ന കാഴ്ചപ്പാട്. യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം. നമ്മൾ വിചാരിച്ചാലും സൈന്യത്തെ രൂപീകരിക്കുവാനും ആ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട്. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം. അപ്പോൾ കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ? സപ്തവത്സര യുദ്ധം. ഞാൻ പറഞ്ഞു സപ്തവത്സര യുദ്ധം ഏതുതൊട്ട് ഏതുവരെയാണ്? 1756 മുതൽ 1763 വരെയാണ്. അതിൽ ഫ്രാൻസാണ് പരാജയപ്പെട്ടു പോയത്. എന്തായാലും അപ്പോൾ സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്, യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം. എന്താണ് സപ്തവത്സര യുദ്ധം? വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 മുതൽ 1763 വരെ നടന്ന യുദ്ധത്തിൽ 1763 ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയോടുകൂടി അവസാനിച്ചു. നമ്മൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു 8ാം ക്ലാസ്സിൽ തന്നെ ആദ്യ ചാപ്റ്ററൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1763 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീന ഭൂപ്രദേശങ്ങൾ വിസ്തൃതമായി മാറിയത്. എങ്ങനെ? ഫ്രഞ്ച് അധീന ഭൂപ്രദേശങ്ങൾ പലതും ഫ്രഞ്ചുകാർ ആർക്ക് വിട്ടുകൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു, തെക്കേ ഇന്ത്യയിലെ പ്രദേശം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ വളരെ ചുരുങ്ങിപ്പോയി. പ്രധാനമായും പുതുശ്ശേരിയും ദാമൻദിയും കേരളത്തിന്റെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ മാഹിയും മാത്രമാണ് ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായത്. മറ്റെല്ലാ ഭൂപ്രദേശങ്ങൾ ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ഏത് വർഷം? 1763. ഇനി നമ്മൾ പറഞ്ഞല്ലോ അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. അത് ആരിലൂടെ ഇറക്കുമതി ചെയ്യണം? ഇംഗ്ലണ്ടിലൂടെ ഇറക്കുമതി ചെയ്യണം. അതാണ് ഷുഗർ ആക്ട് അല്ലേ? ഇതിനെതിരെയുള്ള പ്രധാന പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ തേയില സൽക്കാരം, ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കയിലെ കോളനി നിവാസികൾ അമേരിക്കയിലെ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തി
കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ച തേയിലപ്പെട്ടികൾ എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിയുന്നു. ഇതാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പാക്കി. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുക എന്നതായിരുന്നു ഈ നിയമം. അതുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ച തേയിലപ്പെട്ടികളാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ടാക്സ് കൂടുതലാക്കി മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും തേയിലയുടെ വിലയും ഉയരും അല്ലെ? തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുക. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് നിങ്ങൾ പഠിക്കണം. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ജോൺ ആഡംസ് ആയിരുന്നു. ആരാണ്? ജോൺ ആഡംസ്. ബോസ്റ്റൺ ടീ പാർട്ടി ആയിരുന്നു അമേരിക്കയുടെ കോളനി നിവാസികളുടെ ആദ്യത്തെ പ്രത്യക്ഷ പ്രതിഷേധം. അതിന് നേതൃത്വം നൽകിയ ജോൺ ആഡംസിനെ അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. മറക്കല്ലേ. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ജോൺ ആഡംസ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇവിടെ വർഷം 1773 മാത്രമേ ഉള്ളൂവെങ്കിലും PSC ചോദിക്കുമ്പോൾ ഡേറ്റ് സത്യം ചോദിക്കാറുണ്ട്. 1773 ഡിസംബർ മാസം 16 തീയതിയാണ് എന്ന് ചേർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ പ്രസിദ്ധമായ ബോസ്റ്റൺ ടീ പാർട്ടി എന്നായിരുന്നു 1773 ഡിസംബർ 16 തീയതി. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ കോളനി നിവാസികൾ, അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ, ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ച തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതിന് നേതൃത്വം നൽകിയ ജോൺ ആഡംസ്. അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. സെറ്റ് അല്ലേ? ഇതിന്റെ ഭാഗമായി 1774 എന്ത് ചെയ്തു? ബ്രിട്ടൻ ഇവർക്കുണ്ടായ തേയിലപ്പെട്ടികൾ വലിച്ചെറിഞ്ഞ കാരണം ഒരുപാട് നഷ്ടം ഉണ്ടായില്ലേ? അതിന് പകരമായിട്ട് ഒരു നിയമം പാസ്സാക്കാൻ തീരുമാനിച്ചു. അത് പ്രകാരം 1774 ബ്രിട്ടൻ ഒരു നിയമം പാസ്സാക്കി. അതാണ് ദി ഇൻടോളറബിൾ ആക്ട്. 1774 ബ്രിട്ടൻ അമേരിക്കൻ കോളനി നിവാസികളെ അവരുടെ പ്രതിഷേധം അടിയുറ വയ്ക്കാൻ, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് നിയമം പാസ്സാക്കി? ദി ഇൻടോളറബിൾ ആക്ട്. ഇൻടോളറബിൾ ആക്ട് പാസ്സാക്കി. പൂർണ്ണമായിട്ടും അമേരിക്കയിലെ കോളനി നിവാസികൾ ബ്രിട്ടീഷ് അധീനതയിലാകുന്ന ഒരു നയമായിരുന്നു ഇൻടോളറബിൾ ആക്ട്. അപ്പൊ ഇനിയും നമ്മൾ പഠിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയ കോളനി നിവാസികൾ ഇത്തരം ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു അവരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടാനുള്ള ഐഡിയയിലേക്ക് പോയത്. 13 കോളനികൾ ഉണ്ടായിരുന്നല്ലോ. 13 കോളനികളിലെ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികളിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഈ ഐക്യബോധത്തിന്റെ പരിണിതഫലമായി അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് കോളനികളിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ആകെ 13 കോളനികളുണ്ട്. അതിൽ 12 കോളനികളിലെ പ്രതിനിധികളാ സമ്മേളിച്ച്. ജോർജിയ എന്ന കോളനിയിലെ പ്രതിനിധികൾ പങ്കെടുത്തില്ല കേട്ടോ. ജോർജിയ ഒഴികെ 12 കോളനികളിലെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അമേരിക്ക അവർ എന്തായിട്ട് കണക്കാക്കുന്നത്? ബ്രിട്ടീഷ് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള ഇടമായിട്ടും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ഒരു ഭൂപ്രദേശമായിട്ടാണ്. ശരിയല്ലേ? മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു എന്താണ്? പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ, അതായത് കോളനി നിവാസികളുടെ പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തലാക്കാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന്, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുമ്പോൾ ഇംഗ്ലീഷ് രാജാവാണ് ജോർജ് മൂന്നാമനാണ്. ജോർജ് മൂന്നാമന് ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചു. നിവേദനത്തിൽ പറയുന്നത് ഇതേ ഉള്ളടക്കം തന്നെ. അമേരിക്കയിലെ കോളനി നിവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാപാരം നമ്മൾ നിർത്തിവെക്കുകയാണ്.
തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ മേൽ നികുതി ഇനിയും ഈടാക്കരുത്, നികുതി ചുമത്താൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവിടെയുണ്ട്. ഓക്കെ. ഇനി അടുത്ത രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലേക്ക് നമുക്ക് പോകാം. ഈ ഫിലാഡൽഫിയ കോൺഗ്രസിനെ നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം വടക്കേ അമേരിക്കയിലെ എല്ലാ ജനങ്ങളും പങ്കെടുത്തു എന്ന അർത്ഥത്തിൽ. ഗോത്രവിഭാഗം പങ്കെടുത്തിട്ടില്ല. കുടിയേറിപ്പാർത്ത തീർത്ഥാടക പിതാക്കന്മാരിൽ 13 കോളനികൾ, 12 കോളനിയാണ് പങ്കെടുക്കുക. ക്ലിയർ ആണേ? മറക്കില്ലല്ലോ. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർത്തത് എന്നായിരുന്നു? കൃത്യമായി പറഞ്ഞാല് 1775. ബ്രിട്ടീഷ് രാജാവിന് ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് ഒലിവ് ബ്രാഞ്ച് നിവേദനം നൽകുക. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് എന്ത് നൽകുക? ഒലിവ് ബ്രാഞ്ച് നിവേദനം. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ നിലപാട് ജോർജ് മൂന്നാമൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് വീണ്ടും രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. ആ നിവേദനത്തിൽ ആശയം ഇങ്ങനെയായിരുന്നു: ഞങ്ങള് നിങ്ങളെ എതിർക്കുവാനല്ല, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുകയാണ് എന്ന ആശയം പ്രചരിപ്പിക്കുവാനാണ് അവിടെ ആ നിവേദനത്തിന് ഒലിവ് ബ്രാഞ്ച് എന്ന പേര് നൽകുന്നത്. ഒലിവ് ബ്രാഞ്ച്, ഒലിവ് ചില്ലകൾ സമാധാനത്തിന്റെ പ്രതീകമാണ് കേട്ടോ. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഒലിവ് ബ്രാഞ്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. കാരണം ഫ്രഞ്ചുകാരെ എതിർത്തത് ഒരു പരിചയം വെച്ചിട്ട് നമുക്കും സൈന്യം ഉണ്ടാക്കാമെന്ന് അമേരിക്കൻ ജനത കണക്ക് കൂട്ടിയിരുന്നു അല്ലെ. ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിക്കുകയും ചെയ്തു. മറക്കില്ലല്ലോ. അമേരിക്കൻ സേന അല്ലെങ്കിൽ കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചത് ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം? PSC ചോദ്യമാണ്. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1775. ഓക്കെ. ബ്രിട്ടനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ ബ്രിട്ടനുമായി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് അമേരിക്കയുമായി ഈ ഒരു കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകും എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചത് എന്താന്ന് ചോദിച്ചാൽ 1775. ഇനി 1776 പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അവിടെ ഡേറ്റ് പഠിക്കണം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1776 ജൂലൈ മാസം 4-ാം തീയതി. ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിക്കുന്നത് ജോർജ് മൂന്നാമന് തന്നെ. ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിക്കുന്ന ജോർജ് മൂന്നാമന്. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1776 ജൂലൈ 4. അതുകൊണ്ട് തന്നെ ഇന്നും അമേരിക്കയുടെ ദേശീയ ദിനമായി കണക്കാക്കുന്നത് ജൂലൈ 4 തന്നെ. ഇത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. അദ്ദേഹവുമായി സഹകരിച്ച മറ്റൊരു വ്യക്തിയുണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും അദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അത് PSC ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതില് ഉള്ളടക്കം എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അതിന്റെ പ്രധാന വാചകമായി ഉൾപ്പെടുത്തി എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് എന്നതായിരുന്നു അമേരിക്കയുടെ പ്രസിദ്ധമായ 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. ആരാ തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും കൂടാതെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സെറ്റ് അല്ലേ? ഇനി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഞാൻ പറഞ്ഞു രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ കാലഘട്ടത്താണ് ഈ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകുക. ഈ ഒലിവ് ബ്രാഞ്ച് നിവേദനത്തിൽ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ യുദ്ധം ആരംഭിക്കുകയാണ് എന്നൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധപ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനിയിൽ നിവാസി നൽകിയ പരാതികളാണിത്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും ആരാവശ്യപ്പെട്ടു? അമേരിക്കയിലെ നിവാസികൾ ആവശ്യപ്പെട്ടു. പക്ഷേ ജോർജ് മൂന്നാമൻ ഇത് തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. തത്വചിന്തയും വിപ്ലവവും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ച കുറെ തത്വചിന്തകന്മാരുണ്ട്. അവരുടെ വാചകങ്ങൾ അതൊക്കെ PSCക്ക് ഇമ്പോർട്ടൻ്റ്. 3 തത്വചിന്തകന്മാരും അവരുടെ വാചകങ്ങൾ നമുക്ക് പരിശോധിക്കാം.
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അഥവാ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. ഈ 3 സെന്റൻസും വായിച്ചു വെച്ചേക്കണം, കാണാതെ പഠിക്കണ്ട. കാരണം ഈ സെന്റൻസ് ചോദിച്ചിട്ട് ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ അത് കാണാൻ പഠിക്കണ്ട, വായിച്ചു വെക്കുക. അത് ആരാണ്, ഏത് തത്വചിന്തകനാണെന്ന് പഠിച്ചു വെക്കുക. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കാൻ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് 1781 ബ്രിട്ടനുമായിട്ടുള്ള 1775 ആരംഭിച്ച ബ്രിട്ടനുമായുള്ള യുദ്ധത്തിൽ 1771 ആര് വിജയിച്ചു? അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ, കോളനി നിവാസികൾ വിജയിച്ചു. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള, നമ്മുടെ ഇന്ത്യയിൽ ഗവർണർ ജനറൽ വന്ന കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പൊ പാരീസ് ഉടമ്പടി എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ അവിടെ നമ്മൾ 4 വർഷങ്ങൾ ഓർമ്മിക്കാം. ബ്രിട്ടനെതിരെ അമേരിക്കൻ കോളനികൾ യുദ്ധം ആരംഭിച്ചത് 1785. അതിനുവേണ്ടിയാണ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ, ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ സൈന്യം രൂപീകരിച്ചത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്ന 1776 ജൂലൈ 4. അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ചത് 1781. ജോർജ് വാഷിംഗ്ടൺ ആരെ പരാജയപ്പെടുത്തിയപ്പോ? ബ്രിട്ടീഷ് സൈന്യാധിപനായ കോൺവാലിസിനെ പരാജയപ്പെടുത്താൻ സഹായിച്ച, അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച, ആയുധപരമായും സൈനികപരമായും സഹായിച്ച മറ്റു വിദേശ രാജ്യങ്ങൾ ഏതൊക്കെ? ഫ്രാൻസും സ്പെയിനും. അത് മനസ്സിലുണ്ടാവണം. ഓക്കെ. പിന്നെ പറഞ്ഞു 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഫ്രാൻസിലെ ഏത് ഭരണാധികാരിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചത്? ഫ്രാൻസിലെ ലൂയി 16-മനാണ്. ലൂയി 16-മൻ കേട്ടോ. ലൂയി 16-മനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചത്. അതും മനസ്സിലുണ്ടാവട്ടെ. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷുകാരുമായുള്ള 1775 മുതൽ 81 വരെയുള്ള സ്വാതന്ത്ര്യ യുദ്ധത്തിൽ വിജയിച്ച ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് നമുക്ക് നോക്കാം. 1732 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചു. പിതാവ് അഗസ്റ്റിൻ വാഷിംഗ്ടണും മാതാവ് മേരി ബാളുമായിരുന്നു. പാരന്റ്സിന്റെ പേര് ചോദിക്കാറില്ല. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപനായിരുന്നു ജോർജ് വാഷിംഗ്ടൺ. എന്നാൽ സർവ്വസൈന്യാധിപനെ നിയമിക്കുന്നേ 1775. അമേരിക്കൻ ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികളും ആര് തന്നെയാണ് വഹിച്ചത്? ജോർജ് വാഷിംഗ്ടൺ തന്നെ. മൈ ജേർണി ടു ദി ഒഹായോ വാലി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം. കൂടാതെ പെൻ പാൽ വിത്ത് മെനി അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ബുക്കുകൾ നമുക്ക് നോക്കാം. ഒന്ന് മൈ ജേർണി ടു ദി ഒഹായോ വാലി. 2 പെൻ പാൽ വിത്ത് മെനി അറൌണ്ട് ദ വേൾഡ്. ഓക്കെ. അപ്പൊ ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ കോളനികളുടെ കോണ്ടിനെന്റൽ സേനയുടെ സർവ്വസൈന്യാധിപനായിരുന്നു. 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ചാണ് അദ്ദേഹത്തെ തലവനായി നിയമിക്കുക. ഭരണഘടനാ കൺവെൻഷന്റെ തലവനും അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റും ആര് തന്നെ? ജോർജ് വാഷിംഗ്ടൺ തന്നെ. പ്രശസ്തമായ 2 പുസ്തകങ്ങൾ, മൈ ജേർണി ടു ദ ഒഹായോ വാലി, പെൻ പാൽ വിത്ത് മെനി അറൌണ്ട് ദ വേൾഡ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇതിന്റെ തുടർച്ചയായിട്ട് അമേരിക്കൻ ഭരണഘടന നിർമ്മാണത്തെക്കുറിച്ചും മറ്റ്
അമേരിക്കയിൽ ആഭ്യന്തരമായ ചില പ്രതിസന്ധികളെക്കുറിച്ചും പഠിക്കാനുണ്ട്. ആഭ്യന്തര പ്രതിസന്ധിയാണ് പിന്നീട് അടിമത്ത നിരോധനത്തിലേക്ക് നയിക്കുക. എബ്രഹാം ലിങ്കൺ എന്ന ഭരണാധികാരിയെക്കുറിച്ച്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.